എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യാട് ഷൗക്കത്ത് ഇതിനു മുമ്പ് ഇവിടെ തോറ്റതാണ്. പിന്നെ അതുമാത്രമല്ല ഇവിടെ ആര്യാട് ഷൗക്കത്തിന് ജയിക്കാനുള്ള ഒരു സാധ്യതയില്ല. ആര്യാട് ഷൗക്കത്തും അൻവറും തമ്മിലാണ് മത്സരം. ഞങ്ങളിവിടെ സേഫാണ്. ഇവിടെ എന്തായാലും സ്വരാജ് ജയിച്ചിരിക്കും. നിലമ്പൂർ ഇലക്ഷനാണ്. ആര് വിജയിക്കുന്നതാണ് എന്താണ് നിഷ്പക്ഷമായ ചേട്ടൻ്റെ അഭിപ്രായം പറയാം? നിലമ്പൂർ എന്തായാലും നമ്മുടെ സ്വരാജ് മാത്രമേ ജയിക്കുള്ളൂ. പിന്നെ അൻവറും ഷൗക്കത്തും രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായാലും സ്വരാജ് ഇവിടെ ജയിച്ചിരിക്കും. കാരണം എന്താണ്? സ്വരാജ് ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ഷൗക്കത്താണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടായിരുന്നു. സ്വരാജ് ഇവിടെ ആദ്യമായിട്ടാണ്, ഇവിടെ ഉള്ള ആൾ തന്നെയാണ്. അതുപോലെ അൻവറാണെങ്കിലും എന്തുകൊണ്ടാണ് സ്വരാജ് മാത്രം ജയിക്കുന്നു എന്ന് പറയാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടോ? ഒന്നാമത്തെ കാരണം പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. രണ്ടാമത്തെ കാരണം നിലമ്പൂർ ഇലക്ഷനാണ്. എന്ത് നോക്കിക്കാണുന്നു? നിഷ്പക്ഷമായ അഭിപ്രായമാണോ? ആരെങ്കിലും ജയിക്കുമെന്നാണോ? എന്താണ് ഇവിടെ സത്യത്തിൽ നടക്കുന്നത്? രാഷ്ട്രീയമായ പോരാട്ടങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. പക്ഷേ ചില ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് തന്നെ പോരായി വരുന്ന സമയത്ത് എന്തു തന്നെ ആയാലും ഈ ഭരണത്തെക്കുറിച്ച് അവകാശപ്പെടുന്ന ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഭരണത്തിന് വേണം തന്നെയാണ്. അതുകൊണ്ട് സ്വരാജ് ജയിക്കും തന്നെയാണ് ഭൂരിഭാഗം ആളുകളും പറയുന്നത്. ഇത്രമാത്രം കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്ന ഒരാൾ നിയമസഭയിൽ അനിവാര്യമാണെന്നാണ് പൊതുജനം വിലയിരുത്തുന്നത്. അതുകൊണ്ട് സ്വരാജ് തന്നെയാണ് ജയിക്കാൻ പോകുന്നത്. ഞങ്ങൾ വയനാട് മണ്ഡലത്തിൽ നിന്നാണ്. എന്നാലും സാധാരണ ജനങ്ങളുടെ കൂടെ എന്നും നിലയുറപ്പിച്ച് നിൽക്കുന്ന എം സ്വരാജിന് തന്നെയാണ് വിജയനേട്ടം ഉണ്ടാവേണ്ടത്. ഇലക്ഷൻ സ്വരാജ് ജയിക്കും. എന്താണ് അങ്ങനെ പറയാം? അൻവറുണ്ട്, അതുപോലെ തന്നെ ആര്യാടനുണ്ട്. ഇവരെല്ലാവരും കാര്യങ്ങളെ പഠിക്കുകയും അത് അവതരിപ്പിക്കുകയും ജനങ്ങളുടെ മനസ്സിൽ കയറി പറ്റാവുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ. അത് നിയമസഭയിലുണ്ടാവും. ആ രീതിയിലുള്ള അതുകൊണ്ട് ജയിക്കും. ഇതുണ്ടാക്കിയത് പിന്നെ PV അൻവർ എന്ന MLA. അത് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നാട്ടിലെ ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ്. അത് ഇപ്പോൾ വീണ്ടും ഇലക്ഷൻ ഉണ്ടാക്കിയത് വലിയ പ്രതിഷേധം ഈ നാട്ടിലെ ജനങ്ങൾക്ക്. അതുകൊണ്ട് വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ വിജയിക്കും. അതാണ് കാരണം ഇത് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ്. ജനങ്ങളുടെ പൊതു പണമാണ്. ഭയങ്കരമായിട്ട് ഭൂരിപക്ഷം ഉണ്ടാവുമോ? എങ്ങനെയാണ്? ഭയങ്കര ഭൂരിപക്ഷത്തിൻ്റെ വിഷയമാണ്. കാരണം നല്ല സാമാന്യം നല്ല മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തോട് വിജയിക്കും. ഭയങ്കര ടൈറ്റ് മത്സരമായിരിക്കും. മത്സരം ടൈറ്റാണ്, പക്ഷേ എങ്കിലും വിജയിക്കും. അങ്ങനെയാണ്.